ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ ആക്രമിക്കുകയും എന്നാൽ ആ സർപ്പം ചാവാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് ഇതേ സർപ്പത്തെ തന്നെ ആ വേടൻ കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടു. വീണ്ടും അയാൾ അതിനെ ആക്രമിച്ചു. പക്ഷെ ഇത്തവണ ഉണ്ടായത് പുറ്റുപൊട്ടി ജലപ്രവാഹമായിരുന്നു. അമ്പരന്നു നിന്ന് വേടന് മുന്നിൽ ഒരു സന്യാസി അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വേടനെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു. പുറ്റിനകത്ത് പ്രപഞ്ചനാഥിയായ സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. ആ വിഗ്രഹം നൽകിയതോടുകൂടി ആ സന്യാസി അപ്രത്യക്ഷനായി. അന്ന് രാത്രിയിൽ പ്രത്യക്ഷത്തിൽ വന്ന ആ സന്യാസി സാക്ഷാൽ നാരദമുനിയാണെന്ന് വേടന് പിന്നീട് സ്വപ്നദർശനമുണ്ടായി. ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസമാക്കുകയും ചെയ്തു. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണവും ശേഖരിച്ച് മൺകലത്തിൽ പാകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തെത്താനായില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ. എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്ക്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത്. ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു. ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി. അതിങ്ങനെയായിരുന്നു: മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. ഭക്തിപൂർവം ആര് എവിടെ വെച്ച് എന്നെ വിളിച്ചാലും അവരോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത്. ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാലയിടുന്നുണ്ടാകുമെന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടു പോവുകയും പകരം അവിടെ ബ്രാഹ്മണർ വന്ന് താമസിക്കുകയും ചെയ്തു. അവരിൽ പ്രധാനിയാണ് പട്ടമന ഇല്ലത്തെ നമ്പൂതിരി. താന്ത്രിക വിധികളോടുകൂടി ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത്. 1981 ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോട് കൂടിയ ആദിപരാശക്തിയുടെ മൂർത്തി രൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗദീശ്വരി ഇവിടെ ആരാധിക്കപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലെ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. വനശൈലാദ്രിവാസിനിയായ ദുർഗാ ഭഗവതി തന്നെയാണ് വനദുർഗ എന്നതാണ് വിശ്വാസം. ചക്കുളത്തമ്മ എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി, പാർവതി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല. അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം, ലക്ഷദീപം, ധനുമാസത്തിലെ 30 വെള്ളിയാഴ്ചയുള്ള നാരീപൂജ, വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന, ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട്. കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു.
മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം വിശേഷിപ്പിക്കുന്നത്. പട്ടമന എന്നു പേരുള്ള ഒരു നമ്പൂതിരി കുടുംബവകയാണ് ക്ഷേത്രഭരണം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.